ദാ എന്ത് മനോഹര കാഴ്ചയാണല്ലേ. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കരങ്ങളിൽ നിന്ന് കുറച്ച് പേരിങ്ങനെ രേഖ കൈമാറുന്നത്, രേഖ ഏറ്റുവാങ്ങുന്നത് നിങ്ങൾ കാണുന്നില്ലേ. സന്തോഷത്തിന്റെ ആ സുദിനമായിരുന്നു ഇന്ന്. 2024 ജൂലൈ 30 ഉരുൾദുരന്തമുണ്ടായി സർവ്വതും നഷ്ടപ്പെട്ട മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും പുഞ്ചിരിമട്ടത്തെയും ആളുകൾക്ക് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി വീടൊരുക്കുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നിമിഷം, ഒരു മതസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ നിമിഷം. ആ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. തൃക്കൈപ്പറ്റ നെല്ലിമാളത്തെ ഭവന സമുച്ചയത്തിലെ 8 സെന്റ് ഭൂമിയുടെ രേഖയാണ് ഓരോരുത്തർക്കും തങ്ങൾ കൈമാറുന്നത്. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും അത് നമുക്ക് പി കെ ബഷീർ MLA അടക്കമുള്ളവരെയും കാണാം. മുസ്ലിം ലീഗിന്റെ MP-മാർ MLA-മാർ എല്ലാവരും എത്തിയിരുന്നു. പ്രിയങ്ക ഗാന്ധി MP-യും എത്തിയിരുന്നു. 8 സെന്റ് ഭൂമി മാത്രമല്ല, ആ 8 സെന്റ് ഭൂമിയിൽ മനോഹരമായ വീട്, അത്യാധുനിക രീതിയിൽ നിർമ്മിച്ച ഒരു ഭവനം, അതിന്റെ താക്കോൽ കൂടി അവർക്ക് കൈമാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം തൃക്കൈപ്പറ്റ വെള്ളിത്തോട് നടന്ന ചടങ്ങിലാണ് ഈ രേഖകൾ കൈമാറിയതും വീടിന്റെ താക്കോൽ കൈമാറിയതും. മുസ്ലിം ലീഗ് 105 വീടുകളാണ് വെച്ചു കൊടുക്കുന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കിയ 51 ഭവനങ്ങളെ അവരുടെ താക്കോലാണ് കൈമാറിയത്, ഭൂമിയുടെ രേഖയാണ് കൈമാറിയത്. ബാക്കിയുള്ള 54 കുടുംബങ്ങൾക്കുള്ള ഭൂമിയുടെ രേഖയും വീടും മെയ് മാസം 31 കൈമാറുമെന്നാണ് ലീഗ് നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. 1 രൂപ മുതൽ 1 കോടി രൂപ വരെ പലരായി നൽകിയ പണത്തിൽ നിന്നാണ് ഈ തുക ഉപയോഗിച്ചാണ് ഈ ഭവന പദ്ധതി നടപ്പിലാക്കുന്നത്. ആപത്തിലും അപകടത്തിലും കരുതലും സ്നേഹവുമായി ചേർത്ത് നിർത്തലാണ് യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനമെന്ന് തങ്ങൾ പ്രസംഗത്തിൽ പറയുകയുണ്ടായി. ഒരയൽവാസികൾ നല്ല അയൽവക്ക ബന്ധത്തോടുകൂടി എങ്ങനെ മാതൃകാപരമായി ജീവിക്കുന്നുവെന്ന് കേരളത്തിന് ഇവിടെ നിന്ന് കാണിച്ചു കൊടുക്കണമെന്ന് അദ്ദേഹം ഈ ഗുണഭോക്താക്കളോട് പറയുകയുണ്ടായി. ഏതായാലും ചൂരൽമല പുഞ്ചിരിമട്ടം നിവാസികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസത്തിന്റെ തണലൊരുങ്ങിയ ഒരു സുദിനമായിരുന്നു ഇന്ന്. ആ സുപ്രധാന നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ ആയിരങ്ങൾ എത്തുകയും ചെയ്തു. ഓരോരുത്തരും തങ്ങളിൽ നിന്ന് ഭൂമിയുടെ രേഖ മാത്രമല്ല, ജീവിതത്തിലേക്കുള്ള വലിയ അനുഗ്രഹവും കൂടിയാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. പ്രാർത്ഥന എന്നും ഉണ്ടാകും, കൂടെ ലീഗ് എന്നും ഉണ്ടാകുമെന്ന് തങ്ങൾ ഉറപ്പ് നൽകുകയും ചെയ്തു. മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്നാണ് പ്രിയങ്ക ഗാന്ധി MP പറഞ്ഞത്. രക്ഷാപ്രവർത്തനം മുതൽ പുനരധിവാസം വരെ അത് കൃത്യമായി